കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ഒരാളിൻ്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ആട്ടെ, മലയാളമാട്ടെ, ഹിന്ദി ആട്ടെ, അത് വായിക്കാൻ അറിയുന്നില്ല. അവർക്കത് വായിക്കാൻ പറ്റുന്നില്ല, അറിയത്തില്ല. എഴുത്തും വായന അവർക്ക് കറക്റ്റില്ല. പക്ഷേ അക്ഷരങ്ങൾ അറിയാത്ത ആളുകൾക്ക് പോലും A+ കിട്ടി പിള്ളേർ പാസ്സാകുന്നു. അപ്പോൾ അതൊരു സ്കൂളിലെ സിസ്റ്റം തന്നെ. ഞാൻ നോക്കിയിട്ട് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പഴയ കാലത്തെ കൂട്ടല്ല, ചേഞ്ചായിപ്പോയി. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10 മണി തൊട്ട് 4 മണി വരെ സ്കൂളായിരുന്നു. സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ഹോംവർക്ക് പോലും ഇല്ലായിരുന്നു. അവർ അത്ര ഹാർഡായിട്ട് പാസ്സാവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ പാസ്സായി വരുന്നവരെല്ലാം അത്യാവശ്യം നോളജുള്ള വ്യക്തികൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും സ്കൂൾ ടൈമിങ്ങൊക്കെ 8:30 കാണിക്കുന്നുണ്ട്, 3:30 ആകുമ്പോൾ വിടുന്നുണ്ട്. ഇത്രയും സമയം കുട്ടികൾ സ്കൂളിലുണ്ട്. ആ 3:30 കഴിഞ്ഞ് പിന്നെ കുട്ടികളെ ട്യൂഷന് വിടുന്നു. അതുങ്ങൾ രാത്രി മൊത്തം ഓരോ സബ്ജക്റ്റിൻ്റെ സെപ്പറേറ്റ് ട്യൂഷൻ. അപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ച് എനിക്കറിയില്ല. പ്രൈവറ്റ് സ്കൂളുകളിൽ തന്നെ ഇത്രയും ഫീസ് കൊടുത്ത് പിള്ളേരെ വിട്ടിട്ട് പിന്നെയും ട്യൂഷന് പിന്നെയും ഓരോ സബ്ജക്റ്റിന് സെപ്പറേറ്റ് ഫീസ് കൊടുക്കുന്നു. അപ്പം ഈ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുകയാണ്? അത് പേരൻസിനൊരു സാമാന്യം ഒരു ചിന്ത വേണം. പേരൻസ് പോയി ആ സ്കൂൾ മാനേജ്മെൻറ്റിനോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ ഇത്രയും ഫീസ് അടച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞിന് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ട്യൂഷന് വിടണം ഓരോ സബ്ജക്റ്റ് പെർഫെക്റ്റ് ആകുന്നതിന് വേണ്ടി. അത് ശരിയായ നടപടിയാണോ എന്ന് ചോദിക്കണം. കുട്ടികളെ പഠിപ്പിച്ച് പിള്ളേർ നമ്മുടെ വീട്ടിലെ സമയത്തിനേക്കാളും കൂടുതൽ ഒരു സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിൻ്റെ കൂടെ. അപ്പോൾ ആ കുട്ടിയെ ഏറ്റവും നല്ലതായിട്ട് മോൾഡ് ചെയ്തെടുക്കേണ്ടത് ഒരു അധ്യാപകൻ്റെ കടമയാണ്. ഈ 8:30 മുതൽ അല്ലെ 9:30 മുതൽ 3:30 വരെ സ്കൂളുകളിൽ കുട്ടികളുണ്ട്. പിന്നെ കുട്ടികൾ വന്ന് അവരുടെ സ്ട്രെസ്സ്, സ്കൂളിലെ സ്ട്രെസ്സ്, അത് കഴിഞ്ഞ് പിന്നെ ആഹാരം പോലും കഴിക്കാതെ അതുങ്ങൾ ട്യൂഷന് പോകുന്നു. രാത്രി 8 മണി വരെ ട്യൂഷൻ ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ ഡാൻസ്, അങ്ങനെ കലാപരമായ കാര്യങ്ങൾക്ക് പിള്ളേർ പോകുന്നു സമയങ്ങളില്ലാതെ. അപ്പോൾ അത് തെറ്റായ പ്രവൃത്തിയല്ല. ഈ രാവിലെ 8:30 അല്ല 9:30 മുതൽ 3:30 വരെ സ്കൂളിലുള്ള സമയത്ത് ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങൾ മുഴുവനും അവിടെ കംപ്ലീറ്റ് ചെയ്ത് കലകളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ തന്നെ അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കുട്ടികളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ ഫ്രീ ആക്കി വിടേണ്ട ഒരു രീതിയിലേക്ക് നമ്മുടെ കലാലയങ്ങളിലെ സ്കൂളിലെ സംസ്കാരം രീതി മാറിയെടുക്കണം. ഇപ്പോൾ കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിൽ വീക്കാണോ ആ സബ്ജക്റ്റ് ടീച്ചർ അവരെ വളരെയധികം ശ്രദ്ധിച്ച് ആ കുഞ്ഞിനെ ആ സബ്ജക്റ്റിൽ മികച്ചതാക്കി എടുക്കേണ്ട ബാധ്യത ആ ഓരോ സബ്ജക്റ്റ് ടീച്ചറിനും ഉള്ളതാണ്. അത് പേരൻസിൻ്റെ സൈഡിൽ ധാരാളം മിസ്റ്റേക്കുണ്ട്. ഒരു പേരൻസ് സ്കൂളിൽ ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പ്രൈവറ്റ് സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് പിന്നെയും ഓരോ സബ്ജക്റ്റിനും പിന്നെയും കൂടുതൽ ഫീസ് കൊടുത്ത് ട്യൂഷന് വിടുന്നു കുഞ്ഞുങ്ങളെ. എന്തിൻ്റെ ആവശ്യമാണ്? എന്നാൽ പിന്നെ ട്യൂഷന് വിട്ടാൽ മാത്രം മതിയല്ലോ, സ്കൂളിൽ വിടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്കൂളിലെ ടൈമിങ്ങിൽ ഞാൻ നോക്കിയിട്ട് സ്കൂളിലെ മാനേജ്മെൻറ്റുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾക്ക് രാവിലെ 9:30 മുതൽ ഒരു 1:30 വരെ ക്ലാസ്, അല്ല 2 മണി വരെ ക്ലാസ് വെച്ചിട്ട് എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡിങ് നമ്മുടെ ഡാൻസ്, അങ്ങനെ ഓരോ കലാപരമായ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു 2:30 മുതൽ ഒരു 4 മണി വരെ അതുങ്ങളുടെ ഹോംവർക്കും ഒക്കെ സ്കൂളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ വിടുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വളരെ നല്ലൊരു കാര്യമല്ലയോ? പേരൻസിന് ബർഡൻ കുറഞ്ഞിരിക്കും, കുട്ടികളുടെ ബർഡൻ കുറഞ്ഞിരിക്കും. അവർ ഫ്രീ ആയിക്കോട്ടെ. അവർ 4 മണി അല്ല 5 മണി കഴിഞ്ഞ് കുട്ടികൾ ഫ്രീ ആയിക്കോട്ടെ. 4:30 വരെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ 9 മണി തൊട്ട് 4:30 വരെ സ്കൂൾ ടൈം വെക്കുക. 9 തൊട്ട് 4:30 വരെ, അല്ലെങ്കിൽ 4 മണി വരെ. ആ സമയത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ സകല വർക്കുകളും അവരുടെ സ്പോർട്സ്, ഗെയിംസ്, ഡാൻസ്, മ്യൂസിക്കൽ പരിപാടി എന്തെല്ലാം ഉണ്ട് അതെല്ലാം സ്കൂളിൽ കംപ്ലീറ്റ് ചെയ്തു ഒരു 30 മിനിറ്റ് വെച്ച് ഓരോ പീരീഡ് വെക്കുക. 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു 9 പീരീഡോ 10 പീരീഡോ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഉച്ചയ്ക്ക് ശേഷം അവരെ കലാപരമായ കാര്യങ്ങൾ മോർണിംഗ് സെഷനിൽ 9 തൊട്ട് 12:30 അല്ലെങ്കിൽ 1 മണി വരെ അതുങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യുക. സബ്ജക്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് 1 തൊട്ട് 1:30 വരെ ലഞ്ച് ടൈം, 1:30 മുതൽ പിന്നെ ഒരു 4 മണി വരെ അതുങ്ങൾക്ക് ബാക്കിയുള്ള ട്യൂഷനും ഹോംവർക്കും കലാപരമായ കാര്യങ്ങൾ, സ്പോർട്സ്, ആർട്സ്, ഗെയിംസ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് ഒരു സ്കൂളിലൊരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കും പാഠം കുറഞ്ഞിരിക്കും, പേരൻസിനും പാഠം കുറഞ്ഞിരിക്കും.
എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓരോ സബ്ജക്റ്റും കുഞ്ഞുങ്ങൾക്ക് A+ മേടിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ പോലും അറ്റ്ലീസ്റ്റ് നേരെ ചൊവ്വേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിട്ട് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്ന ഒരു രീതി ഇപ്പം ഞാൻ പറഞ്ഞതല്ല, ഇവിടെ പല ആളുകളും ഇങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നതാണ്, ഇങ്ങനെ സംസാരത്തിൽ കൂടെ മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നന്ദി, നമസ്കാരം.